പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ L4360 എന്ന പ്രിൻ്ററിൽ എങ്ങനെ ഇങ്ക് റീഫില്ല് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്സൻ്റെ 001 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കുകളോ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളോ ഇങ്കുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്നത് മാത്രമല്ല, നിങ്ങളുടെ പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി തന്നെ മാറി ഹെഡ് കംപ്ലയിൻറ്റ് വരുന്നതാണ്. അത് പിന്നെ വലിയൊരു കോസ്റ്റിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 4 ബോട്ടിലാണ് ഈ മോഡലിന് വരുന്നത്. സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ഫ്രണ്ടിൽ കാണുന്ന ഈ ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ടാങ്കിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട്. കറക്റ്റായിട്ട് ആ ടാങ്കിലേക്ക് ആ ബോട്ടിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിലെടുത്തിട്ടുണ്ട്. ബോട്ടിലെടുത്ത് ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. നേരെ ബോട്ടിലെടുത്താണ് നേരെ ടാങ്കിലേക്ക് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ആ ടാങ്കിലേക്ക് നേരെ ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഈ മോഡൽ പ്രിൻ്ററിന് ഓവർഫ്ലോ കാര്യങ്ങളല്ല, അതേപോലെ ഇങ്ക് മാറി വയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നില്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് കമ്പനി ടാങ്കിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ഭാഗം ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുണ്ട്, ഇങ്ക് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. താഴെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്ക് എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്തിരിക്കണം, അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പുതിയ മോഡൽ പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ ടാങ്കെല്ലാം എം ടി ആണ്. മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഇങ്ക് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ക് ബോട്ടിലിൽ ബാലൻസ് വരുന്നതാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സിയാൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിയാൻ്റെ ബോട്ടിലെടുത്ത് ടോപ്പ് റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ബോട്ടിലെടുത്താണ് നേരെ ടാങ്കിലേക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇറക്കി വെച്ചെടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കരുത്. അത് വാറണ്ടിക്ക് പ്രശ്നം വരുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഹെഡിന് കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് മജന്ത ബോട്ടിലാണ്. മജന്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ടോപ്പ് റിമൂവ് ചെയ്തു. ടാങ്കിലേക്ക് നേരെ നമ്മൾ ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ കണ്ടില്ല നമ്മളൊരു ആരോ മാർക്ക്, ആ ആരോ മാർക്ക് എത്തുന്ന സമയത്താണ് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ താഴോട്ട് ഇങ്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ മജന്ത ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ടാങ്കാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോട്ടിൽ എടുക്കുന്നു, നേരെ ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നേരെ ഇങ്ക് ടാങ്കിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് എപ്പോഴും നിങ്ങൾ ഇങ്ക് ലെവൽ എപ്പോഴും കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എം ടി ആവാൻ പാടില്ല. എം ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹെഡിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ലിങ് ഏകദേശം പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടിൽ നേരെ മാറ്റി വെക്കുന്നു. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.